ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വേറല്ലേ വ്ലോഗ് കുറേ എടുക്കും, ഒന്നും എടുത്തില്ല ഗായ്സ്. ഇവിടെ ഭയങ്കര ലൈറ്റ് കുറവാണ്, ബിക്കോസ് ഇതൊരു കാടാണ്. ഇവിടെ അടുത്ത ആൾക്കാർ എടുക്കാൻ പോവായിരിക്കും. നമ്മളെവിടെ പോകുന്നറിയാം, നാളെ നമുക്ക് സമരമാണ് ഗൈസ്, സമരം. ക്ലാസ്സിലല്ലേ കാല്. അപ്പൊ നമ്മൾ നാളെ വിചാരിച്ച് നമുക്ക് നാളെ അവധിയാണ്. സോ നമ്മൾ വിചാരിച്ച് നമുക്കിപ്പോൾ വയലിൽ പോവാന്ന്. വയലിൽ പോകുന്ന വെച്ചാൽ ഇപ്പം എല്ലാവരും കോളേജിൽ ഇവിടെ ഒരു അടുത്ത് വയലുണ്ട്, കുറച്ച് നടക്കണം. ഇപ്പം എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4 കൂടെ പോകാമെന്ന് വിചാരിച്ചു. 5 ഋതുവിനുണ്ടായിരുന്നു, പക്ഷെ നാളെ അവധിയായതുകൊണ്ട് അവള് വീട്ടിൽ പോയി. 3 ദിവസം അവധി കിട്ടും കേട്ടോ. സോ അവള് വീട്ടിൽ പോയി, നമ്മളുണ്ട് ഇവിടെ. നമുക്ക് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് വയലിൽ പോവാം. വയലിൽ പോയി കാണണം. ഈ ഇതൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട. രാവിലെ ക്ലാസ്സിൽ പോയിരുന്നല്ലേ, വൃത്തികേടായി മോന്തയൊക്കെ. കണ്ടോ ഗൈസ്, നമ്മുടെ ഇവിടെ കോളേജ് ഇറങ്ങുന്ന വഴിയാണ്, കുത്തനെ റോഡ്. നമ്മൾ തിരിച്ച് കയറണം, അതാണ് നമുക്ക് ടാസ്ക്. ഇനി പോകുന്നത് മാത്രം പോരാ, തിരിച്ച് കയറണം, കുറച്ച് നടക്കണം. സോ നമുക്ക് ചെറിയ വ്ളോഗാക്കാം, കാരണം ഞാൻ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിച്ചിയാ. ഇവളേതാ വർഗവും ഗൈസ്. നമ്മൾ ഈ ഓൺ ദ വേയിൽ കുറെ തലതെറിച്ച പിള്ളേരെ കണ്ട്. തലതെറിച്ച പിള്ളേര്, ഈ എന്തൊരു പിള്ളേരാത്! ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പിള്ളേര്, കുറെ കൾച്ചറൽ ലാംഗ്വേജ് സംസാരിക്കുന്ന പിള്ളേര്. ഹലോ, നമ്മ ഞാൻ കാണിക്കുന്നില്ല, കാണിച്ചാൽ മിക്കവാറും വരെ തെളി തോട്ടിയിടും. അഹങ്കാരം പിടിച്ച പിള്ളേര്, അമ്മോരോട് തൊട്ടി സൈക്കിളും കൊച്ചു പിള്ളേര്. അപ്പൊ ഗൈസ്, നമുക്ക് നോക്കാം ആരാ നമ്മളിവിടെ വരുന്നതെന്ന് നമുക്ക് നോക്കാവുന്ന. ചെറുതൊന്നുമില്ല വലുതൊന്നുമില്ല. നമ്മൾ 4 പെമ്പിള്ളേർ നടന്നപ്പോ അവനെ ഞാൻ കാണിച്ചേ ഇച്ചിരി നടക്കാനുണ്ടോ തോന്നുന്നത്. 3 വളവ് കഴിഞ്ഞത് പള്ളി ഉണ്ടെന്നാണ് എന്നോട് അമീഷ പറഞ്ഞത്. അപ്പൊ നമ്മള് എന്താ എന്റെ പ്രശ്നം എന്താ? ഗൈസ്, നമ്മളീ പോകുന്നടി കോമഡി. 2 ചോട്ട പയ്യന്മാരില്ലേ, നമ്മൾ നെഞ്ചത്ത് കയറാൻ വരുന്നത്. അവന്മാര് മാസ് കളിക്കുന്നത്, എന്നിട്ട് വാപ്പാക്ക് വിളിക്കുന്നത്. സനിലെ രൂപം പിടിച്ചു നിർത്തി അലക്കി അല്ലാട്ട് കൊടുത്ത്. ഇനി ഈ ഭാഗത്തേക്ക് വരത്തില്ല കേട്ടോ, ഉടനെ ഒന്നും അവന് ഈ ഭാഗത്തേക്ക് വരത്തില്ല. അവൻ വെച്ച് സനിലെ കൈ കൊണ്ട് ചെറിയ അടിച്ച് പൊട്ടിക്കാൻ പോയി. അവൻ ആ വഴി ഓടിന്ന് വന്നു കേട്ടോ. അടിക്കടി അടിക്കടി. അതെ, നമ്മൾ കൊറേ വട്ടം കളിയാന്ന് വെച്ച് ചുമ്മാ വിട്ട്. അപ്പൊ അവൻ പിന്നെ വാപ്പാക്ക് വിളിക്കുന്നു, വിരല് പൊക്കി കാണിക്കുന്നു. സല്ല പിടിച്ച് അലക്കി വിട്ടിട്ടുണ്ട്. രൂപയും സല്ലയും കൂടെ സൈക്കിൾ തടഞ്ഞ് റോഡിലങ്ങ് നിർത്തി. നമ്മൾ എന്നിട്ട് അവിടെ പൊക്കി. വിചാരിച്ച് ഗൈസ്, ഏതോ 2 തെണ്ടി പിള്ളേര് പോകുന്ന കണ്ടോ. കയ്യിലൊക്കെ എന്തോടി ആക്രിയോ. ഗൈസ് കണ്ടില്ലേ, അല്ലേ തിരിച്ചു തരാം ഞങ്ങളോട് നടക്കുന്നു. ഗൈസ്, നമ്മള് വഴി കണ്ടുപിടിച്ചു. ഇതൊന്നും അല്ല കേട്ടോ. അല്ല, എന്നോട് പറഞ്ഞു പണ്ട് കിടങ്ങുന്ന ആ കടയുടെ ഓപ്പോസിറ്റ് കുഞ്ഞു വഴി ഉണ്ടെന്ന്. ഇറങ്ങാൻ പറ്റാത്ത, നമ്മൾ ചുമ്മാ നിക്കത്തില്ലേ, തോട് കാണത്തില്ലേ, ഇത് ആ വഴിയിലാ. ഗൈസ്, ലാസ്റ്റ് നടന്ന പ്ലാൻ മൂഞ്ചി പോയി. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി. നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. ഗേൾസ് എല്ലാം ഉണ്ട്. ഇനി ഇവളിനി ഈ പള്ളിയാണോ ഉദ്ദേശിച്ചത്? ഇത് ഞാൻ വിചാരിച്ച ആ പള്ളിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താ ഗൈസ്, നമ്മൾ അങ്ങനെ ഓട്ടോ വന്നിറങ്ങി.
കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഓട്ടോ നടക്കാം. നമ്മൾ നടന്ന് അതിലും ദൂരം നമ്മൾ നടന്ന്. അമ്മ ഗുരുവായൂരപ്പാ. നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങി നിക്കാം. ആരുടെ കാൽമുട്ടായിരിക്കുമെന്ന് അമീശ പറഞ്ഞ മുട്ട് കാരണം വെള്ളത്തിനാവൂല. റോഡ് കഴിഞ്ഞു. ആ താണ്ട അവിടെ ആയിരിക്കും എല്ലാരും ഇറങ്ങി പോയി കുളിക്കുന്നേ. ഈ വെള്ളത്തില് എടി നല്ല വെള്ളമായിരിക്കും. എടി ഇങ്ങോട്ട് നോക്കിക്കേ നിങ്ങള്. നല്ല വെട്ടമുണ്ട് ഫോട്ടോ എടുക്കാൻ. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ അതന്നെ സല്ല ഇവിടെ മത്തിനെ പിടിക്കാൻ പോവാണ്. നമുക്ക് ഇവിടെ നിന്നാ പോരെ. ഇത് അത്യാവശ്യം നല്ല ഡീസന്റ് വെള്ളാ. ഞാൻ നടന്നു കേട്ടോ. ഞാൻ ഫ്രണ്ട് കിടക്കാം. എന്തൊരു സോക്കേടാന്ന് നോക്കണേ. അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഫോൺ നമുക്ക് അങ്ങോട്ട് പോകണ്ട ഗൈസ്, കാരണം അമ്മാരി ചില മുങ്ങിച്ചാവാൻ ചാൻസ് ഉണ്ട്. അത് ശരിയാ. ഒരു കാര്യം, ഇവിടെ നമുക്ക് ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലേ, നമുക്ക് അവിടെ പോയി കളിക്കാം. നമുക്ക് അത്രയും പോകണ്ട അങ്ങോട്ട്. അങ്ങനെ പോയാ ഇത് വേണ്ടല്ലോ. അത് എന്തിനാണ്? ഒരു വള്ളം ഉണ്ടായിരുന്ന വള്ളം എടുത്തോണ്ട് നടക്കാം. അപ്പൊ ഗൈസ്, ഇതിൽ ഞാൻ മുങ്ങിയില്ല ഗൈസ്. അമാനില്ല, നമ്മൾ ഇത്ര വരുമ്പോൾ അമാനി മുങ്ങിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ വീട്ടിൽ കണ്ട് തെറി പറയാതെ നിന്നാ മതി. വർക്കൗട്ട് ഇവിടെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. 2 3 ഞാനോ ഇത് മൊത്തം പോയി കേട്ടോ. ഇത് ഇവിടെ വെള്ളം ഇല്ല. ഇപ്പൊ ഫോൺ വെള്ളത്തിൽ എന്താ വള്ളം തൊഴിയുന്നോ? ഞാൻ കാണിച്ചതാ ഒരു താളം. ശ്വാസം മുട്ടും. വലത്തെ കാലേ ആദ്യം വലത്തെ കാലേ എങ്ങനെ നടക്കാനോ കാര്യം നോക്കി.
അമ്മ സത്യമാ ഊന്തൂല അവളൊന്നൂലെന്ന് പറഞ്ഞത് ഇതാടി അമീഷ വന്നത് ക്യാമറ എന്റെ മൂക്കും കൊണ്ടാ നീ പോയെ. എന്റെ ചെവിയാണ് എടി മേത്ത് മണ്ണുണ്ടാവോ സല്ല ഇവിടെ ഒന്ന് മുങ്ങിക്കും ഇങ്ങനെ. അവിടെ നല്ല വെള്ളമാ അതുകൊണ്ട് മണ്ണെല്ലാം പോയി. ആ മേത്ത് മണ്ണായി എന്റെ. അയ്യേ നീ ഞാൻ ഇവിടെ എടുത്ത് എറിഞ്ഞതാടി കണ്ടോ. അവളെന്റെ മൂക്കേലാ പിടിച്ചത്. ഞാൻ അപ്പഴേ ഓടി. ഞാൻ ഓടി രണ്ടാമത് രക്ഷപ്പെടുത്താണോ പിന്നെ ഉരുണ്ട് വീഴുന്ന അതിന്റെ അകത്ത്. വൈന ഓടാ ഇന്നല്ലേ പോകേണ്ട ദൂരൊരാളും ഒട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ഓട്ടോയിൽ കയറി. ഒരു ഓട്ടോ എങ്ങനെയോ കിട്ടി നമുക്കത്. 6 മണിക്ക് മുമ്പായിട്ട് ബസ്സിൽ ചെല്ലണം. സോ നമുക്ക് പോകാം. നടന്നെത്തൂല. നടന്ന് നമ്മളെത്തൂല. നമ്മൾ ഇങ്ങോട്ട് നടന്നാൽ മതി. പക്ഷേ അങ്ങോട്ട് നടന്നാൽ Turn right onto Alambilad Road, Mankara Road. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് പാടത്തുനിന്ന് പോയിട്ട് തിരിച്ച് റൂമിൽ വന്ന് നമ്മൾ കിടന്ന് എവിടെ ഇല്ല. അപ്പോൾ നമ്മൾ വന്ന് കിടന്ന് എല്ലാം ഫ്രഷൊക്കെ ആയി കിടന്ന്. ആക്ച്വലി അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എൻഡിങ് ഞാൻ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.